നമസ്കാരം. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും നല്ലൊരു നേട്ടങ്ങളും അല്ലെങ്കിൽ ധനലാഭങ്ങളും ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു സമയം ഈ ഒരു മാസ കാലയളവിൽ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക അല്ലെങ്കിൽ അവിടെ ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകുവാനും വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നം മൂലം ചെറിയ ആശങ്കകൾ ഉണ്ടാകുക, അതുമൂലം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുക, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം ഒത്തിരി സീരിയസായ കണ്ടീഷനിലോട്ട് പോകുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ചിലവും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ രാശിക്കാരുടെ വീടുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളൊരു വ്യക്തി അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ ബന്ധുക്കളുമായോ സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. കാരണം ഈ ഒരു മാസത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരം മൂലവും പെരുമാറ്റവും മൂലം നിങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധവും ആയിട്ടും അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടും നല്ല രീതിയിലുമായിരിക്കും. എന്നിരുന്നാലും അവരുടെ ഉൾക്കൊള്ളുന്നത് വേറെ രീതിയിലായിരിക്കും. നിങ്ങൾക്കത് നെഗറ്റീവായി വരികയും നിങ്ങളുടെ പേരിൽ ശത്രുതയുണ്ടാവാനും എല്ലാം സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു മാസം തന്നെയാണ്. പ്രണയിക്കുന്ന വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുക, പിരിയുക, അകലുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക, പ്രത്യേകിച്ച് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അവൻ്റെ നാമം ജപിച്ചും എല്ലാം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.